ഹായ് നമസ്കാരം, RJ സൂരജാണ്, ദോഹയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് ഒരു വണ്ടിയുടെ റിവ്യൂ വ്ളോഗായിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ലെക്സസ് 570 എന്ന വണ്ടിയാണ്. നാട്ടിലേതാണ്ട് 3 കോടിക്ക് അടുപ്പിച്ചിട്ട് വില വരുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ ഖത്തറിൽ എൻ്റെ സുഹൃത്ത് മുനീഫ് എന്ന് പറയുന്ന ആളുടെ വണ്ടിയാണ്. പുള്ളി എന്നെ പിക്ക് ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് അറിയുന്നൊരു പണി, എന്തായാലും വണ്ടി കയ്യിൽ കിട്ടിയപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. ഈ മേഖലയിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആൾക്കാരെ ക്ഷമിക്കുക, എനിക്കറിയുന്ന കുറച്ച് ഇൻഫർമേഷൻസ് മാത്രം ഈ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ഒരു ഫീല് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ കാണുക, എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരിക. സോ ലെക്സസ് 570. യെസ്, അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ അങ്ങ് പ്രസ് ചെയ്താൽ നമ്മുടെ കംഫർട്ട് സോണിന് കണക്കായിട്ട് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ആവും, അതുപോലെ തന്നെ സീറ്റ് ഓട്ടോ അഡ്ജസ്റ്റ് ആവും. അതിനുശേഷം നൈസായിട്ട് അങ്ങനെ അങ്ങനെ മൂവ് ചെയ്യും. എല്ലാം റിവേഴ്സ് സംഭവങ്ങളൊക്കെ A to Z സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. വണ്ടി ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ പെട്ടെന്നൊരു ആക്സിഡന്റിന് സാധ്യതയുണ്ട് തോന്നിക്കഴിഞ്ഞാൽ വണ്ടി ഓട്ടോ ബ്രേക്ക് ആവും. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മസ്റ്റായിട്ട് സീറ്റ് വലിച്ചിട്ടുണ്ടാവണം ആരായാലും. അപ്പൊ ഇപ്പൊ വണ്ടി നോർമൽ മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സ്പോർട്ട് മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാല് സ്പോർട്ട് മോഡിലായി. സ്പോർട്ട് മോഡ് പറഞ്ഞാൽ ചവിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ചാടി കയറിയിട്ട് അങ്ങോട്ട് പോകും വണ്ടി. എത്ര സ്പീഡിലായി കഴിഞ്ഞാലും നമുക്ക് നല്ല കൺട്രോൾ ഉള്ള ഒരു മോഡാണ് സ്പോർട്ട് മോഡ് എന്ന് പറയുന്നത്. സംഭവം ഇതുപോലത്തെ വണ്ടിയൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആഗ്രഹങ്ങൾ ഈ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സാധിക്കട്ടെ. എനിക്കും വണ്ടി കൊണ്ട് അഭ്യാസം കളിക്കുന്ന അറബ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ലെക്സസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത്രയും റോഡിൽ കൺട്രോൾ ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ പ്രിയപ്പെട്ടതായിട്ട് മാറുന്നത്. നമ്മളിപ്പോൾ ഞാൻ ഓടിക്കുമ്പോൾ തന്നെ, ഞാൻ ഈ ആദ്യമായിട്ട് ഓടിക്കുന്നത്, അപ്പോൾ തന്നെ അതിന്റെ ഒരു കംഫർട്ട് ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ലെവൽ സംഭവങ്ങളും ഉള്ള വലിയൊരു ഡിസ്പ്ലേ ആണ്. ആ ഡിസ്പ്ലേ തന്നെ നമ്മുടെ മാപ്പ്, അതുപോലെ തന്നെ A to Z സംഭവങ്ങൾ. മാക്സിമം സ്പീഡ് 260 കിലോമീറ്റർ ആണ് മീറ്ററിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഞാനിപ്പോ ഇരിക്കുമ്പോൾ നല്ല ഉയരത്തിൽ ഇരുന്നിട്ട് വണ്ടി ഓടിക്കുന്നതല്ല, റോഡ് ഇങ്ങനെ താഴേക്ക് നോക്കിയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫീലിലാണ് ഓടിച്ചോണ്ടിരിക്കുന്നത്. പ്രത്യേകം പറയാ, ഏത് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും റോഡിലെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് മാത്രം ഓടിക്കുക. ഓവർ സ്പീഡ് ആവാതെ, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും കെയർ ചെയ്തുകൊണ്ട്. കാരണം ചില വണ്ടികളിൽ ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എയർ ബാഗ് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത് ചില വണ്ടികളുടെ പ്രത്യേകതയാണ്. സോ അങ്ങനെയുള്ള കുറെ കൺസേൺസ് മനസ്സിലുണ്ടാവണം. സോ ഹാപ്പി ഡ്രൈവിംഗ്. വണ്ടി ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ അതിന് മാനുവൽ ആയിട്ട് വണ്ടി ഓടിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. മാനുവലില് ഇട്ട് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഈ 2 സൈഡിലായിട്ടാണ് ഇതിന്റെ ഗിയർ. ഇപ്പൊ ഒരുവിധം എല്ലാ ലക്ഷറി വണ്ടികളിലും ഉള്ളതേ ഫെസിലിറ്റി തന്നെ. 8 ഗിയറുകളാണ് വണ്ടിക്ക് ഉള്ളത്. നമ്മള് ഈ സൈഡിൽ മൈനസ്, ഈ സൈഡിൽ പ്ലസ്. ഗിയർ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ 8 വരെ നമുക്ക് പോവാം. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കുറച്ചിട്ട് ന്യൂട്രൽ വരെ S1 മുതൽ S8 വരെ ആയിട്ട് പോവാം. ഇപ്പൊ മാനുവലിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ജസ്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നിട്ട് കഴിഞ്ഞാൽ സെക്കൻഡായി, വീണ്ടും തേർഡ്, ഫോർത്ത്, അങ്ങനെ ഗിയർ ചറവറ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് കയറ്റി കൊണ്ടുപോകാം. ഇപ്പൊ ഗിയർ ഒന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി, വണ്ടി കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കായി. പണ്ട് പാറവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയും എടുത്ത് ചെറുഞാറ് നടന്നു. ഗ്ലാസിന്റെ മുകളിൽ ഒരു ചെറിയ ലൈറ്റ് എത്തുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അത് വെച്ച് കഴിഞ്ഞാൽ സൈഡിലൂടെ വണ്ടി അടുത്ത് വരുന്ന സമയത്ത് വണ്ടി സെൻസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ബാക്കിൽ ഒരു വണ്ടി വരുന്നതാണ്, ആ വണ്ടി അടുത്തെത്തുമ്പോൾ അതില് ലൈറ്റ് വരുന്നതാണ്. ഈ സംഭവം ഒരു മൗസാണ്. ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതിന് കണക്കായിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ അതിന്റെ ചേഞ്ചസ് കാണാൻ വേണ്ടി സാധിക്കും. ഞാനിപ്പോ നമ്മുടെ ചാനലൊന്ന് മാറ്റി വെക്കുന്നു, മൗസ് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്തു. ഇനി അതിന്റെ കൂട്ടത്തിൽ പറയാനുള്ള ഒരു പോയിന്റ് ക്രൂയിസ് കൺട്രോൾ ആണ്. ഈ കാണുന്ന സംഭവമാണ് ക്രൂയിസ് കൺട്രോൾ. നമുക്കിപ്പോ ഒരു നിശ്ചിത സ്പീഡില് ആക്സിലേറ്റർ ഒന്നും കൊടുക്കാതെ ഓട്ടോമാറ്റിക്കലി വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ക്രൂയിസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്താൽ മതി. ഏത് സ്പീഡാണോ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് ആ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. ഇനി മുമ്പിൽ ക്രോസ് ആയിട്ട് ഒരു വണ്ടി അടുത്ത് വന്നു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യും. ഞാൻ ആ ക്രൂയിസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡില്, ഈ ഒരു സ്പീഡിൽ ഞാൻ ആക്ടിവേറ്റ് ചെയ്തു. 66 കിലോമീറ്റർ സ്പീഡിലാണ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 66 കിലോമീറ്ററിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ ഒരു വണ്ടി കാണാം. ആ വണ്ടി അവിടെ ഉള്ളതുകൊണ്ട് വണ്ടി ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ചെയ്തു. മുമ്പിൽ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ആ സ്പീഡിൽ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കും.
എപ്പോഴാണ് ഒരു എന്തെങ്കിലും ഒരു സംഭവം ഇന്ററപ്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് വണ്ടി ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ക്രൂയിസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്തു. 48 കിലോമീറ്റർ സ്പീഡിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം എൻ്റെ കാലിലൊക്കെ ഫ്രീ ആയി വണ്ടി നേരെ അങ്ങോട്ട് പോകുന്നതാണ്. ഇനിയിപ്പോൾ എപ്പോൾ ബ്രേക്ക് കിട്ടുന്നു ആ സ്പോട്ടിൽ ആ ക്രൂയിസ് കൺട്രോൾ പോകും. ബ്രേക്ക് തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു ഓട്ടോമാറ്റിക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇല്ലാണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് ലെക്സസിന്റെ വിശേഷങ്ങൾ. ലെക്സസ് 570 ആണ് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരുന്ന മോഡൽ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നു. വണ്ടിയുടെ പുറത്തുള്ള ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണിക്കാം. വണ്ടി ജസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്തു. പാർക്കിംഗ് ലൈറ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഓണായി. ഇത് അങ്ങനെ അടിപൊളി, അത്രയും ഗ്രാൻഡായിട്ട് കിടക്കുക. എൻ്റെ ഹൈറ്റ് ഏതാണ്ട് 187 ഉണ്ട്. 6 അടി 2 ഇഞ്ചാണ് എൻ്റെ ഹൈറ്റ്. അപ്പോൾ എൻ്റെ കറക്റ്റ് ഹൈറ്റിലാണ് ഈ ഒരു വണ്ടി. ചെറിയൊരാളെ സംബന്ധിച്ചിടത്തോളം മുനീഫിൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ചത് അല്ല. വണ്ടിയുടെ മുതലാളി എന്ന് പറയുന്നത് വണ്ടിയുടെ ഹൈറ്റ് ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ മൂപ്പർക്കും അതിനുള്ളിൽ കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാനുള്ള ആ ഒരു സുഖമുണ്ട്. ഇത്രയും ഹൈറ്റുള്ള എനിക്കും സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹൈറ്റിനും നമ്മുടെ ഒരു വെയിറ്റിനും കണക്കായിട്ട് വണ്ടി ഓട്ടോമാറ്റിക്കലി സീറ്റൊക്കെ അറേഞ്ച് ചെയ്യുന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ മിനി ഫ്രിഡ്ജ്, ഒരു കൂൾ ബോക്സ് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതാണ് കൂൾ ബോക്സ്. അവൻ അതിന്റെ ഉള്ളിൽ സീലും പേഴ്സൊക്കെ വെക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് ഡ്രിങ്ക്സും സംഭവങ്ങളൊക്കെ കൂളാക്കി വെക്കാൻ പറ്റിയൊരു ഫെസിലിറ്റി ഉള്ള സംഭവമാണ്. നല്ല അത്യാവശ്യം സ്പേസ് ഉള്ള നല്ല സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കാടും പടലും അവൻ വെക്കുന്നതേ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം, വണ്ടിയുടെ ഹൈറ്റ്, റോഡിൽ നിന്നുള്ള ഹൈറ്റ് ഓട്ടോമാറ്റിക്കലി കൂട്ടുകയും കുറക്കുകയും ചെയ്യാന്നുള്ളതാണ്. വണ്ടി മെല്ലെ ഹൈറ്റ് കൂടുന്നതായിട്ട് കാണാം. മെല്ലെ, വളരെ മെല്ലെയാണത് പൊങ്ങി പൊങ്ങി വരിക. ഇതാണ് ലെക്സസ് 570, ഒരു അഡാറ് വണ്ടി. അപ്പോൾ അത്രയും മാസമായിട്ടുള്ളൊരു വണ്ടി പരിചയപ്പെടുത്താൻ സാധിച്ചു, ഓടിക്കാൻ സാധിച്ചു, അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാൻ സാധിച്ചു. എൻ്റെ സുഹൃത്ത് മുനീഫാണ് വണ്ടിയും കൊണ്ട് വന്നിട്ട് സംഭവങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ തന്നു. മൂപ്പർ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത്രയും മാസമായിട്ടുള്ള വണ്ടി കയ്യിൽ കിട്ടുമ്പോൾ വെറുതെ കളയാൻ പാടില്ല. അതുകൊണ്ട് നമുക്കറിയുന്നൊരു പണിയെടുത്തു. ഇനി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും പുലികളായിട്ടുള്ള വണ്ടിയിൽ അങ്ങേയറ്റത്തെ ഐഡിയ ഉള്ള ആൾക്കാരുണ്ടാവും. അവർ ക്ഷമിക്കുക. കാരണം എനിക്ക് കിട്ടിയ ചെറിയ ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കുറേ ധാരണകൾ ഉണ്ടാകും. അതൊക്കെ കമൻ്റായിട്ട് ചെയ്യുക, അറിയിക്കുക. ഇനിയും ഇതുപോലത്തെ സംഭവങ്ങൾ കിട്ടുമ്പോൾ പുതിയൊരു വണ്ടിയുടെ റിവ്യൂ ആയിട്ട് വരാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും. താങ്ക് യു.